റൂത്തിൻ്റെ പുസ്തകം 1-ാം അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കപ്പെടുക. ചോദ്യം 1. റൂത്ത് 1-ാം അധ്യായത്തിൽ ആകെ എത്ര വാക്യങ്ങളുണ്ട്? ഉത്തരം 22. ചോദ്യം 2. റൂത്ത് 1-ാം അധ്യായത്തിലെ ആദ്യത്തെ തലക്കെട്ട് എന്ത്? ഉത്തരം എലിമേലെക്കും കുടുംബവും മോവാബിൽ. ചോദ്യം 3. റൂത്ത് 1:1 പ്രകാരം ആരുടെ ഭരണകാലത്താണ് ക്ഷാമമുണ്ടായത്? ഉത്തരം ന്യായാധിപന്മാരുടെ. ചോദ്യം 4. ന്യായാധിപന്മാരുടെ ഭരണകാലത്ത് നാട്ടിൽ എന്തുണ്ടായി? ഉത്തരം ക്ഷാമം. ചോദ്യം 5. മോവാബ് ദേശത്ത് കുടിയേറി പാർത്തയാൾ എവിടത്തുകാരനായിരുന്നു? ഉത്തരം യൂദായിലെ ഒരു ബത്ലഹേംകാരൻ. ചോദ്യം 6. യൂദായിലെ ഒരു ബത്ലഹേംകാരൻ എവിടെയാണ് കുടിയേറി പാർത്തത്? ഉത്തരം മോവാബ് പ്രദേശത്ത്. ചോദ്യം 7. യൂദായിലെ ബത്ലഹേംകാരൻ ആരെല്ലാം ഒന്നിച്ചാണ് മോവാബ് ദേശത്ത് കുടിയേറി പാർത്തത്? ഉത്തരം ഭാര്യയും പുത്രന്മാർ ഇരുവരുമൊത്ത്. ചോദ്യം 8. മോവാബ് ദേശത്ത് കുടിയേറി പാർത്ത യൂദായിലെ ബത്ലഹേംകാരൻ്റെ പേര് എന്ത്? ഉത്തരം എലിമേലെക്ക്. ചോദ്യം 9. നവോമിയുടെ ഭർത്താവിൻ്റെ പേര്? ഉത്തരം എലിമേലെക്ക്. ചോദ്യം 10. ആരായിരുന്നു എലിമേലെക്കിൻ്റെ ഭാര്യ? ഉത്തരം നവോമി. ചോദ്യം 11. എലിമേലെക്കിൻ്റെ പുത്രന്മാരുടെ പേര്? ഉത്തരം മഹലോനും കിലിയോനും. ചോദ്യം 12. മഹലോൻ്റെയും കിലിയോൻ്റെയും മാതാപിതാക്കൾ ആരെല്ലാം? ഉത്തരം എലിമേലെക്കും നവോമിയും. ചോദ്യം 13. അവർ യൂദായിലെ ബത്ലഹേമിൽ നിന്നുള്ള ഡാഷ് റൂത്ത് 1:2 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം എഫ്രാത്യരായിരുന്നു. ചോദ്യം 14. യൂദായിലെ ബത്ലഹേമിൽ നിന്നുള്ള എഫ്രാത്യരായ എലിമേലെക്കും കുടുംബവും എവിടെ താമസമാക്കി? ഉത്തരം മോവാബിൽ. ചോദ്യം 15. നവോമിയുടെ ഭർത്താവിൻ്റെ മരണവിവരം രേഖപ്പെടുത്തിയിരിക്കുന്ന വാക്യം? ഉത്തരം റൂത്ത് 1:3. ചോദ്യം 16. നവോമിയുടെ പുത്രന്മാർ വിവാഹം ചെയ്ത സ്ത്രീകളുടെ പേര്? ഉത്തരം ഓർഫ, റൂത്ത്. ചോദ്യം 17. നവോമിയുടെ പുത്രന്മാർ വിവാഹം ചെയ്ത ഓർഫ, റൂത്ത് എന്നീ സ്ത്രീകൾ ഏത് ദേശക്കാരായിരുന്നു? ഉത്തരം മോവാബ്യർ. ചോദ്യം 18. മഹ്ലോനും കിലിയോനും ഓർഫ, റൂത്ത് എന്നീ സ്ത്രീകളെ വിവാഹം ചെയ്തു. എത്ര വർഷം അവരോടൊപ്പം കഴിഞ്ഞു? ഉത്തരം 10 വർഷത്തോളം. ചോദ്യം 19. നവോമിക്ക് ആരെയെല്ലാം നഷ്ടപ്പെട്ടുവെന്നാണ് റൂത്ത് 1:5 പറഞ്ഞിരിക്കുന്നത്? ഉത്തരം ഭർത്താവും പുത്രന്മാരും നഷ്ടപ്പെട്ടു. ചോദ്യം 20. റൂത്ത് 1-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ തലക്കെട്ട്? ഉത്തരം നവോമിയും റൂത്തും ബത്ലഹേമിലേക്ക്. ചോദ്യം 21. എന്ത് കേട്ടാണ് നവോമി മരുമക്കളോടുകൂടെ മോവാബിൽ നിന്ന് തിരികെ പോകാൻ ഒരുങ്ങിയത്? ഉത്തരം കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു. ചോദ്യം 22. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ടതാര്? ഉത്തരം നവോമി. ചോദ്യം 23. ആര് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്നാണ് നവോമി കേട്ടത്? ഉത്തരം കർത്താവ്. ചോദ്യം 24. കർത്താവ് തൻ്റെ ജനത്തെ ഭക്ഷണം നൽകി അനുഗ്രഹിക്കുന്നു എന്ന് കേട്ട് നവോമി ആരോടൊപ്പമാണ് തിരികെ പോകാൻ ഒരുങ്ങിയത്? ഉത്തരം മരുമക്കളോടുകൂടെ. ചോദ്യം 25. റൂത്ത് 1:7 പ്രകാരം ആരാണ് യൂദായിലേക്കുള്ള വഴിയിലെത്തിയത്? ഉത്തരം നവോമിയും മരുമക്കളും. ചോദ്യം 26. യൂദായിലേക്കുള്ള വഴിയിലെത്തിയപ്പോൾ നവോമി മരുമക്കളോട് പറഞ്ഞത് എന്ത്? ഉത്തരം നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ. ചോദ്യം 27. നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിൻ ആര് ആരോട് പറഞ്ഞു? ഉത്തരം നവോമി മരുമക്കളോട്.
ചോദ്യം 28. നിങ്ങൾ ആരോട് കരുണ കാണിച്ചു എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത്? ഉത്തരം മരിച്ചവരോടും എന്നോടും. ചോദ്യം 29. മരിച്ചവരോടും എന്നോടും നിങ്ങൾ എന്തു കാണിച്ചു എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത്? ഉത്തരം കരുണ. ചോദ്യം 30. മരിച്ചവരോടും എന്നോടും നിങ്ങൾ കരുണ കാണിച്ചതിനാൽ ആര് നിങ്ങളോടും കരുണ കാണിക്കട്ടെ എന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം കർത്താവ്. ചോദ്യം 31. എന്തിന് കർത്താവ് നിങ്ങളെ വീണ്ടും അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത്? ഉത്തരം വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ. ചോദ്യം 32. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ ആര് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്നാണ് നവോമി മരുമക്കളോട് പറഞ്ഞത്? ഉത്തരം കർത്താവ്. ചോദ്യം 33. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആര് ആരോട് പറഞ്ഞു? ഉത്തരം നവോമി മരുമക്കളോട്. ചോദ്യം 34. വീണ്ടും വിവാഹം ചെയ്ത് കുടുംബജീവിതം നയിക്കാൻ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞതിനെ തുടർന്ന് നവോമി എന്തു ചെയ്തു? ഉത്തരം അവൾ അവരെ ചുംബിച്ചു. ചോദ്യം 35. നവോമി മരുമക്കളെ ചുംബിച്ചതിനെ തുടർന്ന് എന്താണ് സംഭവിച്ചത്? ഉത്തരം അവർ പൊട്ടിക്കരഞ്ഞു. ചോദ്യം 36. നിങ്ങൾ മാതൃഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുവിനെന്ന് നവോമി മരുമക്കളോട് പറഞ്ഞപ്പോൾ അവർ എന്താണ് പറഞ്ഞത്? ഉത്തരം ഞങ്ങൾ പോകുന്നില്ല, അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നു. ചോദ്യം 37. ആരുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നുവെന്നാണ് നവോമിയുടെ മക്കൾ പറഞ്ഞത്? ഉത്തരം അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക്. ചോദ്യം 38. അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നുവെന്ന് മരുമക്കൾ പറഞ്ഞപ്പോൾ നവോമി ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം എന്തിന് എന്നോടുകൂടെ വരുന്നു? നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ? ചോദ്യം 39. അമ്മയുടെ ആളുകളുടെ അടുത്തേക്ക് ഞങ്ങളും വരുന്നുവെന്ന് മരുമക്കൾ പറഞ്ഞപ്പോൾ നവോമി ആദ്യം എന്താണ് മറുപടി പറയുന്നത്? ഉത്തരം എൻ്റെ മക്കളെ നിങ്ങൾ തിരിച്ചു പോകുവിൻ. ചോദ്യം 40. എന്തിന് എനിക്കിനി പുത്രന്മാർ ഉണ്ടാകുമോ എന്നാണ് നവോമി ചോദിക്കുന്നത്? ഉത്തരം നിങ്ങൾക്ക് ഭർത്താക്കന്മാരാകാൻ. ചോദ്യം 41. നവോമി തൻ്റെ മരുമക്കളെ എൻ്റെ മക്കളെ എന്ന് എത്ര പ്രാവശ്യം വിളിക്കുന്നുണ്ട്? ഉത്തരം 2 പ്രാവശ്യം. ചോദ്യം 42. നവോമി തൻ്റെ മരുമക്കളോട് മടങ്ങിപ്പോകുവിൻ എന്ന് എത്ര പ്രാവശ്യം പറയുന്നുണ്ട്? ഉത്തരം 2 പ്രാവശ്യം. ചോദ്യം 43. റൂത്ത് 1:12 എൻ്റെ മക്കളെ നിങ്ങൾ മടങ്ങിപ്പോകുവിനെന്ന് പറഞ്ഞതിനെ തുടർന്ന് നവോമി എന്താണ് പറയുന്നത്? ഉത്തരം വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു. ചോദ്യം 44. വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നുവെന്ന് പറഞ്ഞതിനെ തുടർന്ന് നവോമി മരുമക്കളോട് ചോദിക്കുന്ന 2 ചോദ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം ഈ രാത്രി തന്നെ ഭർത്താവിനെ സ്വീകരിച്ച് പുത്രന്മാരെ ഗർഭം ധരിച്ചാൽ തന്നെ അവർക്ക് പ്രായമാകുന്നത് വരെ നിങ്ങൾ കാത്തിരിക്കുമോ? നിങ്ങൾ വിധവകളായി കഴിയുമോ? ചോദ്യം 45. എന്തിന് കഴിയാത്ത വിധം ഞാൻ വൃദ്ധയായിരിക്കുന്നു എന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം വിവാഹം ചെയ്യാൻ കഴിയാത്ത വിധം. ചോദ്യം 46. നിങ്ങൾ വിധവകളായി കഴിയുമോ? ആര് ആരോട് ചോദിച്ചു? ഉത്തരം നവോമി മരുമക്കളോട്. ചോദ്യം 47. റൂത്ത് 1:13 പ്രകാരം ആരുടെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നു എന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം കർത്താവ്. ചോദ്യം 48. കർത്താവിൻ്റെ കരം എനിക്കെതിരായി ഉയർന്നിരിക്കുന്നുവെന്ന് പറഞ്ഞതാര്? ഉത്തരം നവോമി. ചോദ്യം 49. റൂത്ത് 1:14 അമ്മായി അമ്മയെ ചുംബിച്ച് വിട വാങ്ങിയത് ആര്? ഉത്തരം ഓർഫ. ചോദ്യം 50. നവോമിയെ പിരിയാതെ കൂടി നിന്നതാര്? ഉത്തരം റൂത്ത്. ചോദ്യം 51. ഓർഫ അമ്മായി അമ്മയെ ചുംബിച്ച് വിട വാങ്ങിയപ്പോൾ റൂത്ത് എന്തു ചെയ്തു? ഉത്തരം അവളെ പിരിയാതെ നിന്നു. ചോദ്യം 52. ഓർഫ ആരുടെ അടുത്തേക്കാണ് മടങ്ങിപ്പോയത്?
ഉത്തരം ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക്. ചോദ്യം 53. ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയതാര്? ഉത്തരം ഓർഫ. ചോദ്യം 54. ആര് തൻ്റെ ചാർച്ചക്കാരുടെയും ദേവന്മാരുടെയും അടുത്തേക്ക് മടങ്ങിപ്പോയല്ലോ എന്നാണ് നവോമി റൂത്തിനോട് പറഞ്ഞത്? ഉത്തരം നിന്റെ സഹോദരി. ചോദ്യം 55. അവളെപ്പോലെ നീയും പോവുക ആര് ആരോട് പറഞ്ഞു? ഉത്തരം നവോമി റൂത്തിനോട്. ചോദ്യം 56. അവളെപ്പോലെ നീയും പോവുക എന്ന് നവോമി പറഞ്ഞപ്പോൾ റൂത്ത് പറഞ്ഞ മറുപടി എന്ത്? ഉത്തരം അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ എന്നോട് പറയരുത്. ചോദ്യം 57. എന്ത് എന്നോട് പറയരുത് എന്നാണ് റൂത്ത് പറഞ്ഞത്? ഉത്തരം അമ്മയെ ഉപേക്ഷിക്കാനോ കൂടെ പോരാതിരിക്കാനോ. ചോദ്യം 58. റൂത്ത് 1:17 എവിടെ താൻ മരിച്ച് അടക്കപ്പെടുമെന്നാണ് റൂത്ത് പറഞ്ഞത്? ഉത്തരം അമ്മ മരിക്കുന്നിടത്ത്. ചോദ്യം 59. റൂത്ത് 1:17 കാണുന്ന പ്രധാന ആശയം? ഉത്തരം മരണം. ചോദ്യം 60. മരണം തന്നെ എന്നെ അമ്മയിൽ നിന്ന് വേർപെടുത്തിയാൽ കർത്താവ് ദാഷ് എനിക്ക് നൽകിപ്പോകട്ടെ. റൂത്ത് 1:17 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം എന്തു ശിക്ഷയും. ചോദ്യം 61. റൂത്ത് ആരോടുകൂടെ പോകാനാണ് ഉറച്ചത്? ഉത്തരം നവോമിയോടുകൂടെ. ചോദ്യം 62. റൂത്ത് 1:19 പ്രകാരം നവോമിയും റൂത്തും എവിടെയെത്തി? ഉത്തരം ബെത്ലഹേമിൽ. ചോദ്യം 63. നവോമിയും റൂത്തും ബെത്ലഹേമിലെത്തിയപ്പോൾ പട്ടണവാസികൾക്കുണ്ടായ വികാരമെന്ത്? ഉത്തരം പട്ടണം മുഴുവൻ അവരെ കണ്ട് വിസ്മയിച്ചു. ചോദ്യം 64. റൂത്ത് 1:19 പ്രകാരം പട്ടണം മുഴുവൻ ആരെ കണ്ടാണ് വിസ്മയിച്ചത്? ഉത്തരം നവോമിയെയും റൂത്തിനെയും. ചോദ്യം 65. നവോമിയെയും റൂത്തിനെയും കണ്ട് വിസ്മയിച്ച സ്ത്രീകൾ പരസ്പരം ചോദിച്ചത് എന്ത്? ഉത്തരം ഇത് നവോമിയോ. ചോദ്യം 66. ആരാണ് ഇത് നവോമിയോ എന്ന് ചോദിച്ചത്? ഉത്തരം ബെത്ലഹേമിലെ സ്ത്രീകൾ. ചോദ്യം 67. എന്നെ നവോമി എന്നല്ല ദാഷ് എന്നാണ് വിളിക്കേണ്ടത്. റൂത്ത് 1:20 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം മാറ. ചോദ്യം 68. തന്നെ മാറ എന്നാണ് വിളിക്കേണ്ടത് എന്ന് പറഞ്ഞതാര്? ഉത്തരം നവോമി. ചോദ്യം 69. തന്നെ മാറ എന്നാണ് വിളിക്കേണ്ടത് എന്ന് നവോമി പറഞ്ഞത് എന്തുകൊണ്ട്? ഉത്തരം സർവശക്തൻ എന്നോട് വളരെ കഠിനമായിട്ടാണ് പ്രവർത്തിച്ചത്. ചോദ്യം 70. സർവശക്തൻ എന്നോട് എപ്രകാരമാണ് പ്രവർത്തിച്ചത് എന്നാണ് നവോമി പറഞ്ഞത്? ഉത്തരം വളരെ കഠിനമായി. ചോദ്യം 71. ഞാൻ എങ്ങനെയാണ് ഇവിടെ നിന്ന് പോയത് എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം എല്ലാം തികഞ്ഞവളായി. ചോദ്യം 72. എല്ലാം തികഞ്ഞവളായി ഇവിടെ നിന്ന് പോയ എന്നെ കർത്താവ് എങ്ങനെ തിരിച്ചയച്ചു എന്നാണ് നവോമി പറയുന്നത്? ഉത്തരം ഒന്നുമില്ലാത്തവളായി. ചോദ്യം 73. കർത്താവ് എന്നെ ഞെരുക്കുകയും ഡാഷ് എനിക്ക് ആപത്ത് വരുത്തുകയും ചെയ്യുമ്പോൾ എന്തിനെന്നെ നവോമി എന്ന് വിളിക്കുന്നു? റൂത്ത് 1:21 പ്രകാരം പൂരിപ്പിക്കുക. ഉത്തരം സർവശക്തൻ. ചോദ്യം 74. നവോമിയും റൂത്തും ബെത്ലഹേമിൽ തിരിച്ചെത്തിയ കാലത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഉത്തരം ബാർലിക്കൊയ്ത്ത് തുടങ്ങിയ സമയമായിരുന്നു. ചോദ്യം 75. എപ്പോഴാണ് നവോമിയും റൂത്തും ബെത്ലഹേമിൽ തിരിച്ചെത്തിയത്? ഉത്തരം ബാർലിക്കൊയ്ത്ത് തുടങ്ങിയപ്പോൾ. ചോദ്യം 76. നവോമി എന്ന വാക്കിൻ്റെ അർത്ഥം? ഉത്തരം സന്തുഷ്ട.